KPCC ഇൻഡസ്ട്രീസ് സെൽ ചെയർമാൻ കിഷോർ ബാബു കോൺഗ്രസ് വിട്ടു. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും രാജിവെക്കുന്നുവെന്ന് സൂചിപ്പിച്ച് കിഷോർ ബാബു KPCC അധ്യക്ഷന് കത്ത് നൽകി. BJPയിലേക്ക് പോകുമെന്നത് തള്ളാതെയായിരുന്നു കിഷോർ ബാബുവിന്റെ പ്രതികരണം. രാജി പ്രഖ്യാപിക്കാനെത്തിയ കിഷോർ ബാബുവിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം, നിലവിൽ ഞാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇൻഡസ്ട്രി സെല്ലിൻ്റെ ചെയർമാനാണ്. ആ സ്ഥാനം രാജിവെക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മുഴുവനും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. ഫൈസൽ അസീസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഫൈസൽ, നിങ്ങൾ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അത് തള്ളാതെയാണോ കിഷോർ ബാബുവിന്റെ മറുപടി? മഹേഷ്, അല്പസമയം മുമ്പാണ് അഡ്വക്കേറ്റ് കിഷോർ ബാബു ഈ KPCC ഇൻഡസ്ട്രിയൽ സെൽ ചെയർമാനാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് ചേർത്തതിന് ശേഷം ഈ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നു, അതിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പാർട്ടിയിലേക്ക് ഏതെങ്കിലും ചേരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് അത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കെ കരുണാകരന്റെ മകൾക്കും AK ആന്റണിയുടെ മകനും പോകാമെങ്കിൽ BJP കൊള്ളസംഘം അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന വാർത്ത തള്ളാതെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. BJP രാജ്യം പിടിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് തൊട്ടു മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴയിൽ ഒരു നേതാവ് എത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. KC വേണുഗോപാലുമായി സംസാരിക്കാമെന്നാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇദ്ദേഹത്തോട്, കിഷോർ ബാബുവിനോട് പറയുന്നത്. അപ്പോൾ കിഷോർ ബാബു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഇപ്പോഴല്ലേ KC വേണുഗോപാലിനെ കഴിഞ്ഞ 20 വർഷമായി KC വേണുഗോപാലിനെ അറിയുന്ന ആളാണ് ഞാൻ എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോട് സംസാരിക്കുന്നത്. പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു. അതായത് ഇൻഡസ്ട്രിയൽ ചെയർമാനായിരിക്കെ അദ്ദേഹം ഒരു കോൺക്ലേവ് നടത്തി. ആ കോൺക്ലേവിൽ തന്നെ പ്രശംസിക്കുന്നതിന് പകരം, തന്നെ അഭിനന്ദിക്കുന്നതിന് പകരം തന്നെ സമൂഹത്തിൽ തരം താഴ്ത്തുകയും വലിയ രീതിയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള ഒരു തീരുമാനമെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് KC വേണുഗോപാലാണ് അദ്ദേഹത്തെ അന്ന് തരം താഴ്ത്തുകയും ആ ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തത്. അതിന് കാരണമായി ഇദ്ദേഹം പറയുന്നത് UDF ചെയർമാനാണ് അന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അത് KC വേണുഗോപാലിന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഭാഗമായാണ് തന്നെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിക്കുകയും തന്നെ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്തത്. അതിന്റെ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിലും BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. വൈകുന്നേരമാണ് ആ പരിപാടി നടക്കുന്നത്. അതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അംഗത്വം എടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് കിഷോർ ബാബു ആണോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതായാലും അദ്ദേഹം BJPയിലേക്ക് പോകുന്ന വാർത്ത തള്ളാതെയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മഹേഷ്.